നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു കർഷകനെ കൊലയ്ക്ക് കൊടുക്കാൻ മറ്റാരെ കൊണ്ട് സാധിക്കും? LDF അല്ലാതെ മറ്റാരെ? ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇപ്പോൾ CPMനെ അല്ലെങ്കിൽ CPIയെ സംബന്ധിച്ച് വരുന്ന വാർത്ത അത്ര ശുഭകരമല്ല. വൈക്കം തലയാളത്തെ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസിനുള്ളിൽ കയറി ഒരു കർഷകൻ തൂങ്ങി മരിച്ചിരിക്കുകയാണ്. അദ്ദേഹം CPM കമ്മിറ്റി ഓഫീസ് തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ വെടിയാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിൽ കാരണം ആരായിരിക്കും, എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നാട്ടിലെ ജനകീയ കർഷകനും പ്രദേശവാസിയുമായ ചെല്ലപ്പൻ പുളിക്കശ്ശേരിയാണ് മരിച്ച നിലയിൽ പാർട്ടി ഓഫീസിൽ കണ്ടെത്തുന്നത്. CPI ജില്ലാ നേതാക്കൾ തൻ്റെ ഉപജീവന മാർഗം നശിപ്പിച്ചുവെന്നും നിരന്തരം വേട്ടയാടുന്നുവെന്നും ആരോപിച്ചാണ് ചെല്ലപ്പൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. അതായത് അദ്ദേഹം ഇന്നും ഇന്നലും തുടങ്ങിയതല്ല ഈ ഒരു പോരാട്ടം. അദ്ദേഹത്തിൻ്റെ ഉപജീവനത്തിനായിട്ട്, അദ്ദേഹത്തിന് നിലനിൽപ്പിന് വേണ്ടിയിട്ട് പാർട്ടി സഖാക്കളോട് നിരന്തരം അദ്ദേഹം തർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പാർട്ടിയുടെ നയങ്ങൾക്കെതിരെയും പ്രാദേശിക നേതാക്കളുടെ വഴിവിട്ട പോക്കുകൾക്കെതിരെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ഇദ്ദേഹം കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. താൻ അധ്വാനിച്ചു വളർത്തിയ കൃഷിയും മറ്റു ഉപജീവന മാർഗങ്ങളും പാർട്ടിയിലെ ചില നേതാക്കളുടെ ഇടപെടൽ മൂലം ഇല്ലാതായെന്ന് ചെല്ലപ്പൻ തൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും എപ്പോഴും പറഞ്ഞിരുന്നു. പാർട്ടിയെ വിശ്വസിച്ച് നടന്ന തനിക്ക് നീതി ലഭിച്ചില്ലെന്നും മാത്രമല്ല, പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ച നേതാക്കൾ തന്നെ ദ്രോഹിച്ചതായും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഈ മാനസിക വിഷമമാണ് CPI ഓഫീസിനുള്ളിൽ തന്നെ ജീവനൊടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവം അറിഞ്ഞ് വലിയൊരു ജനക്കൂട്ടമാണ് പാർട്ടി ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലെല്ലാം തന്നെ സജീവമായി ഇടപെട്ടിരുന്ന ഒരു ജനകീയ കർഷകനെ നേരിട്ട ദുരനുഭവത്തിൽ നാട്ടുകാർ പ്രകോപിതരാണ്. RDO നേരിട്ടെത്താതെ മൃതദേഹം അഴിച്ചു മാറ്റാൻ സമ്മതിക്കില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും നിലപാടെടുത്തു. പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ടെങ്കിലും ജനരോഷം കാരണം നടപടികൾ വൈകുകയാണ്. മരണത്തിൽ ഉത്തരവാദികളായ നേതാക്കൾക്കെതിരെ കർശന നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു സാധാരണ കർഷകൻ പാർട്ടി ഓഫീസിനുള്ളിൽ തന്നെ തൂങ്ങി മരിച്ചത് CPIയും LDF സർക്കാരിനെയും വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. വോട്ട് ചോദിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന നേതാക്കൾ സ്വന്തം പ്രവർത്തകരെയും കർഷകരെയും എങ്ങനെ കാണുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും മരണത്തിന് കാരണക്കാരായ നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട വിവിധ സംഘടനകൾ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. CPI പ്രാദേശിക നേതാക്കൾക്കെതിരെയായിരുന്നു ചെല്ലപ്പൻ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. കൃഷി നശിപ്പിച്ചെന്നും കാർഷിക ഗവേഷകനായ തൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി അനുവദിച്ചില്ലെന്നും ചെല്ലപ്പൻ നേരത്തെ ആരോപിച്ചിരുന്നു. കൃഷിമന്ത്രി P. പ്രസാദിനെ കാണാൻ പലകുറി ശ്രമിച്ചിട്ടും അനുമതി നൽകിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തനിക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാകുമെന്ന ഭീഷണിയുള്ളതായും ചെല്ലപ്പൻ ഫേസ്ബുക്കിലിട്ട വീഡിയോയിൽ ആരോപിച്ചിരുന്നു. ഇന്ന് CPI ഓഫീസ് ഇപ്പോൾ ഇലക്ഷൻ ആയതിനാൽ തന്നെ ഇലക്ഷൻ ഓഫീസായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അവിടെയൊക്കെ തന്നെ പല പാർട്ടി കൊടികൾ കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ പതിവ് പോലെ 6:30 കൂടി തന്നെ ഓഫീസ് സെക്രട്ടറി പാർട്ടി ഓഫീസിലെത്തിയപ്പോഴാണ് അവിടെ മുറ്റത്തൊക്കെ തന്നെ പന്തൽ ഇട്ടിട്ടുണ്ട്. ആ പന്തലിടാനായി ഉപയോഗിച്ച ഒരു ഇരുമ്പ് കമ്പിയിലാണ് ഈ കർഷകൻ തൂങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടത്. ഉടൻ തന്നെ മറ്റുള്ള പാർട്ടി പ്രവർത്തകരെയൊക്കെ വിവരമറിയിച്ചു. പതുക്കെ നാട്ടുകാരൊക്കെ അറിഞ്ഞ് സംഭവ സ്ഥലത്തെത്തുമ്പോൾ നാട്ടുകാരും വലിയ രോഷമാണ് പ്രകടിപ്പിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവൻ വരെ അദ്ദേഹത്തെ ഇത്തരത്തിൽ കളയുവാനായിട്ട് അല്ലെങ്കിൽ ജീവൻ വെടിയുവാനായിട്ട് ഒരു കാരണമുണ്ടെങ്കിൽ എത്രത്തോളം അദ്ദേഹം ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കണ്ട കാലയളവിൽ അനുഭവിച്ചിട്ടുള്ള വേദന അത് എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. തൊഴിലാളി വർഗ പാർട്ടി എന്നാണ് പറയാറ്. എന്നാൽ ഒരു പാവപ്പെട്ട കർഷകനാണ് ഇത്തരത്തിൽ പാർട്ടി ഓഫീസിനുള്ളിൽ ഗതികെട്ട് ജീവിക്കാൻ ഒരു വഴിയുമില്ലാതെ മുൻപോട്ടുള്ള ജീവിതം അവിടെ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പാർട്ടിക്കെതിരെയും തന്നെ ഉപദ്രവിച്ചിട്ടുള്ള ആളുകൾക്കെതിരെയും അദ്ദേഹം പറഞ്ഞുകൊണ്ട് മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ വൈക്കത്തെ CPIക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പോ ശേഷമോ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വൈക്കത്തെ CPIക്കാണെന്ന് വീഡിയോയിൽ മക്കൻ ചെല്ലപ്പൻ പറയുന്നുണ്ട്. മക്കൻ ചെല്ലപ്പൻ എന്നും അദ്ദേഹം അറിയപ്പെടാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജും ചെല്ലപ്പൻ മക്കാൻ എന്ന് തന്നെയാണ്
ആ ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഈ ഒരു വീഡിയോ. ഏകദേശം 25 മിനിറ്റോളമാണ് വീഡിയോയുടെ ദൈർഘ്യം. തന്നെ CPIക്കാർ ഇല്ലായ്മ ചെയ്യുമെന്ന് 100% തനിക്കറിയാമെന്നും ഇദ്ദേഹം വീഡിയോയിൽ പറയുന്നു. രാഷ്ട്രീയ വേട്ടയാടലുകൾക്കിരയായ കാര്യവും അദ്ദേഹം 25 മിനിറ്റ് 37 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ കാർഷിക ഗവേഷണങ്ങളെയും നഴ്സറിയെയും തകർക്കാൻ CPI നേതാക്കൾ നിരന്തരം ശ്രമിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. വെന്തകരിയിലെയും കാരപ്പുറത്തെയും കൃഷികൾ പലപ്പോഴായി വെട്ടി നശിപ്പിക്കപ്പെട്ടു. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ താൻ തന്നെ കൃഷി നശിപ്പിച്ചതാണെന്ന് രാഷ്ട്രീയക്കാർ പ്രചരിപ്പിച്ചു. 2010 വഴിതർക്കവുമായി ബന്ധപ്പെട്ട് വൈക്കം താലൂക്ക് ഓഫീസിന് മുമ്പിൽ താൻ നടത്തിയ നിരാഹാര സമരം CPIയുടെ കൂടുതൽ ശത്രുതയ്ക്ക് കാരണമായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ വേലി കെട്ടി വഴി അടയ്ക്കുകയും കക്കൂസ് നിർമ്മിച്ച് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. ഈ പീഡനങ്ങൾ സഹിക്കവയ്യാതെ കുടുംബത്തെ കൊന്ന് ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ആലോചിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. പിന്നീട് കുടുംബത്തോടൊപ്പം തമിഴ്നാട്ടിലെ പളനിയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നെന്നും അദ്ദേഹം പറയുന്നു. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദിനെയോ ആഭ്യന്തര വകുപ്പിനെയോ സമീപിച്ചിട്ടും തനിക്ക് നീതി ലഭിച്ചില്ലെന്നും ചെല്ലപ്പൻ പറയുന്നുണ്ട്. ഗവൺമെൻറ് നിശ്ചയിച്ച 3 രൂപയുടെ തൈകൾ വെറും 1 രൂപയ്ക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടും അധികാരികൾ അതിന് തയ്യാറായില്ല. രാജ്യത്തിൻ്റെ പുരോഗതിയല്ല, മറിച്ച് കമ്മീഷനാണ് രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും വേണ്ടത്. തനിക്ക് അർഹമായ പ്രൊജക്റ്റുകളും ലൈസൻസുകളും നൽകുന്നതിൽ മനഃപൂർവ്വം കാലതാമസം വരുത്തിയതായും അദ്ദേഹം ആരോപിക്കുന്നു. തന്നെ ഇല്ലാതാക്കാൻ CPI നേതാക്കൾ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന ഗുരുതര ആരോപണം വീഡിയോയിൽ മക്കൻ ചെല്ലപ്പൻ ഉന്നയിക്കുന്നുണ്ട്. തനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വൈക്കത്തെ CPI നേതാക്കൾക്കായിരിക്കുമെന്നും ചെല്ലപ്പൻ വീഡിയോയിൽ പറയുന്നു. ഏതായാലും വളരെ ദുഃഖകരമാണ്. കാരണം സ്വന്തം ഉപജീവന മാർഗം എന്നതിലുപരി ഒരു നാട് വികസിക്കണം, അതിന് തൻ്റെ കൃഷിയിലൂടെ കൂടുതൽ വളർച്ച തൻ്റെ നാടിനും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ജനകീയനായിട്ടുള്ളൊരു കർഷകനെയാണ് ഇത്തരത്തിൽ കൊല്ലാക്കൊല ചെയ്ത് കൊന്നിരിക്കുന്നത്. ഇതിനെ കൊലപാതകമെന്ന് തന്നെ വേണം നമുക്ക് വിളിക്കാൻ. കാരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായി അദ്ദേഹം ഇവരോട് പല കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന് ഇവരോട് തർക്കിക്കാൻ മാത്രമായിരുന്നു സമയം. അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റുകളും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലൈസൻസ് കിട്ടാനുള്ളതൊക്കെ തന്നെ മനഃപൂർവ്വം വൈകിപ്പിച്ച് അദ്ദേഹത്തെ മാനസികമായി വരെ പീഡിപ്പിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ എടുക്കണം. ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകുമോ? ഒരുപക്ഷെ 3ാം തവണയും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇതേ സഖാക്കൾ തന്നെ കൊല്ലുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം അദ്ദേഹത്തിന് ഇന്ന് ഈ ഒരു ദിവസം മരിക്കാനായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം. ഏതായാലും അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ് അദ്ദേഹം പങ്കുവച്ചിട്ട വീഡിയോയ്ക്ക് താഴെ നിരവധി ആളുകളാണ് വന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ പ്രണാമം അർപ്പിക്കുന്നത്. അതിന് താഴെ ചില കമൻറ്റുകൾ, അദ്ദേഹത്തെ അറിയുന്ന ആളുകളുടെ കമൻറ്റുകൾ വരുന്നുണ്ട്. ചില കമൻറ്റുകൾ വായിക്കാം. നല്ലയിനം തൈകൾ കൃഷിഭവനിലൂടെ കർഷകരിലേക്ക് എത്തിച്ചു കൊടുത്ത നല്ലയിനം വിളവ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിച്ചു. ഈ വാർത്ത വളരെ സങ്കടകരം തന്നെ. പ്രണാമം, കഷ്ടം തന്നെ. ഈ ചേട്ടനെ കാണാത്തവരോ അറിയാത്തവരോ വൈക്കത്ത് കാണില്ല. ഒരു സംരംഭകൻ ഇടത് പാർട്ടികളിൽ നിന്നും കേരളത്തിൽ നേരിടേണ്ടി വരുന്ന കൊടും ക്രൂരതയുടെ അവസാന ഇരയാണ് ഇദ്ദേഹം. ഇനിയും വൈക്കത്ത് നിന്നും ഇടത് നീരാളികളെ തൂത്തെറിഞ്ഞില്ല എങ്കിൽ ഇടതന്മാർ ഒരിക്കൽ നിങ്ങൾക്കും വിലയിടും. ഈ ശാപം ഈ നിയമസഭയിലുള്ള എല്ലാ സാമാജികരുടെ തലയിലും ഇതിന് കാരണക്കാരായവരുടെ തലയിലും ജീവിതകാലം ഒഴിവാകുകയില്ല തീർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി ആളുകൾ, അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നത്. അതായത് എപ്പോഴും ജനകീയനായിട്ടുള്ള ഒരു നേതാവ്, എപ്പോഴും പല ആവശ്യങ്ങൾക്കും ജനകീയമായിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും എപ്പോഴും പങ്കെടുക്കാറുള്ള അദ്ദേഹത്തിൻ്റെ മരണം ഒടുവിൽ താൻ ഇതുവരെ വിശ്വസിച്ച അല്ലെങ്കിൽ താൻ ഇതുവരെ അടിയുറച്ച് വിശ്വസിച്ചു വന്ന പാർട്ടിയിലെ ചില ആളുകളുടെ പ്രവർത്തനം മൂലമാണ് എന്ന് അറിയുമ്പോൾ അതീവ ദുഃഖകരം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരാൾക്ക് ഇങ്ങനെ ഒരു ഗതി വരരുത് എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. തെറ്റ് ചെയ്തവർക്കെതിരെ തക്കതായിട്ടുള്ള ശിക്ഷ അല്ലെങ്കിൽ തക്കതായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് കരുതാം.